പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടത് സർക്കാർ ജീവനക്കാർ. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് ഇത് ഞങ്ങളുടെ സർക്കാരാണെന്ന്, ഇത് ഇടതുപക്ഷ സർക്കാരാണെന്ന്, തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വേണ്ടിയൊക്കെ നിലനിൽക്കുന്ന സർക്കാരാണെന്ന്. അവർ കുറെ കാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശമ്പളം പരിഷ്കരിക്കണം. അതിനുവേണ്ടി അവർ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ വേണമെങ്കിൽ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് അതിന്റെ ശുപാർശ വാങ്ങിയിട്ട് നടപ്പാക്കാൻ സമയമുണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ മുമ്പിൽ ധാരാളം സമയമുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സർക്കാർ മെനക്കെട്ടില്ല. കാരണം പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഖജനാവിലൊന്നുമില്ല, ഖജനാവേണ്ട കാലിയാണ്. അത് മാത്രമല്ല, കടമങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2, 4, 8, 16 എന്ന മട്ടില് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിൽ ശമ്പള പരിഷ്കരണം നടത്തി, അതോടൊപ്പം പെൻഷൻ വർദ്ധിപ്പിച്ച് ഒരു വലിയ സാമ്പത്തിക ചെലവ് ഈ സർക്കാരിന്റെ തലയിലെടുത്ത് വയ്ക്കാൻ ബാലഗോപാൽ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ജീവനക്കാരിങ്ങനെ കാത്തിരിക്കുക, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. ഇപ്പൊ വരും. ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നേതാക്കളും സർക്കാരും ഒക്കെ ചില പ്രതീക്ഷകൾ നൽകുകയും ചെയ്യും.